ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നോ? ഗുരുപൂർണിമ, പിന്നെ പൗർണമി, ഇങ്ങനെയൊക്കെ ഒരു പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ദിവസമാണിന്ന്. നമ്മളതൊക്കെ എന്താണെന്നൊന്ന് അറിയുന്നത് നല്ലതല്ലേ. ഈ ഗുരുത്വം എന്ന് പറയുന്നതേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നന്ദി പറയാനുള്ളത് എൻ്റെ മാതാപിതാക്കളോടാണ്. നല്ലൊരു സംസ്കാരം എനിക്ക് പഠിപ്പിച്ചു തന്നതിൽ പ്രധാനമായിട്ട് എൻ്റെ അച്ഛനോട് തന്നെയാണ്. കുട്ടിക്കാലം മുതലേ ഞാൻ കണ്ടു മനസ്സിലാക്കി പഠിച്ചത് എന്ന് വെച്ചാൽ നല്ല വിനയം, സ്നേഹം, ക്ഷമ, ഭക്തി, നല്ല ഭക്തി. അതായത് ഞാനത് കുട്ടിക്കാലം മുതലേ കണ്ടു വളർന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ജീവിതത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വന്നപ്പോഴേ ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ അനുഭവമാണല്ലോ ഗുരു. പിന്നെ എൻ്റെ ഈ കൗൺസിലിംഗ് രംഗത്തോടൊക്കെ ഞാൻ കണ്ടു മനസ്സിലാക്കിയപ്പം ജീവിതം തകർന്നു പോകുന്ന വെറും നിമിഷ നേരം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ പേരെ ഞാൻ കണ്ടു മനസ്സിലാക്കി. അപ്പോഴും എനിക്ക് തോന്നി, എന്തായാലും ഇതൊരു നല്ലത് തന്നെയാണ്. ഭക്തി, ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഭക്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തി മൂത്ത് കഴിഞ്ഞാൽ ഭ്രാന്തായി പോകുമെന്നും. ഒരിക്കലുമില്ല. ആ ഭക്തി എന്ന് പറഞ്ഞാൽ അതൊരു ഭക്തിയാണെന്ന് എനിക്ക് പറയാൻ വയ്യ. അതൊരു ഭ്രമം, സൈക്കോളജിക്കലി ഒരു ഇല്യൂഷൻസ്. കാരണം എന്താണ് ഭക്തി എന്ന് മനസ്സിലാക്കാതെ എന്തൊക്കെയോ കാണുന്നു, കേൾക്കുന്നു, അത് നമുക്ക് പുറത്ത് ഭൗതികമായിട്ട് കാണുന്നത് അതാണ് ഭക്തി എന്നുള്ള ഒരു ധാരണ. പക്ഷേ നമുക്ക് പരിവർത്തനം ഉണ്ടാവേണ്ടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നൊരു പരിവർത്തനം ഉണ്ടാകണം. അവിടെ തുടങ്ങും ഒരന്വേഷണം തുടങ്ങും. പിന്നെ അതിൻ്റെ ഒരു സുഖം, അതായത് നമുക്ക് ഇവിടെ ഭൗതികവും ലൗകികവും ഒക്കെ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് അതിൻ്റെ ശരിയായ രീതിയിൽ ജീവിച്ച് മുന്നേറാനും അങ്ങനെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി മാതൃകയായി കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അവർക്കൂടെ ഗുണം ചെയ്യുന്ന തരത്തിൽ നമ്മൾ ജീവിക്കുക എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഭക്തി എന്ന് പറയുന്നത്. അതിൽ നമ്മളോട് സ്നേഹം, കുടുംബത്തോട് സ്നേഹം, പ്രകൃതിയോട് സ്നേഹം, ചുറ്റുപാടുകളോട് സ്നേഹം, നമ്മുടെ സഹജീവികളോട്, മറ്റു ജീവജാലങ്ങളോടെ അവരെയൊക്കെ സംരക്ഷിക്കുക, സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പഞ്ചശുദ്ധികളൊക്കെ ഉണ്ടല്ലോ. ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ പറഞ്ഞേ. അല്ലാതെ ഞാൻ കണ്ടിട്ടുള്ള മഹാത്മാക്കൾ ആരും ഇങ്ങനെ ഭക്തി മൂത്ത് ഭ്രാന്ത് പിടിച്ചോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാനിങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ലതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അത് വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് നല്ലതാണ്. തന്നെയല്ല, എത്രയോ പേരെ നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നുണ്ട് ഇതുകൊണ്ട്. എങ്ങനെയായാലും നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ നിത്യവും. അപ്പോൾ അവിടെ അവസാനം നമ്മൾക്കൊരു അന്വേഷണം എന്ന് പറയുന്ന ഒരു ആധ്യാത്മികതയിലേക്കാണ് നമ്മൾ ചെന്ന് ചേരുന്നത്. എന്തോ ആയാലും ഒരു അടിസ്ഥാനം, ഒരു ബേസ്. അപ്പം നമുക്ക് ഏതിനും ഒരു ബേസ് ഇല്ലെങ്കിൽ, അതിൻ്റെ ഒരു വേര് ഉറച്ചതല്ലെങ്കിൽ എന്തു ചെയ്യും? കടപുഴകി വീണു പോകും. ഇപ്പോഴത്തെ ഈ ബഡിങ്ങും വൃക്ഷങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ? 1 വർഷം കൊണ്ടും 2 വർഷം കൊണ്ടും ഒക്കെ കായ്ക്കുന്ന പ്ലാവ്, ഒട്ടുമാവുകളൊക്കെ, അതൊക്കെ എത്ര നാൾ അതൊക്കെ നിൽക്കുന്നുണ്ട്. കുറച്ച് നല്ല ഇതായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നല്ല ഭംഗിയായിട്ട് വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് പുഴുക്കുത്ത് വീഴും, പിന്നെ കരിയാൻ തുടങ്ങും. അങ്ങനെ അത് പട്ടുപോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആദ്യം നല്ലതായിരിക്കും കാണാൻ. അതുപോലെയാണ് നമുക്ക് ഈ ആധ്യാത്മികതയെക്കുറിച്ച് ഒരു അന്വേഷണമില്ലാത്ത ഒരു ജീവിതവും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഓരോന്നും നമ്മുടെ ചിന്തകളെ, നമ്മുടെ പെരുമാറ്റങ്ങളെ, അതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, അത് പിന്നെ ഒരു ശീലമായിട്ട് മാറുന്നു. നിന്ദിക്കാതിരിക്കുക, ഗുരുത്വത്തോടെ നമ്മൾ ബഹുമാനിക്കേണ്ടുന്നവരെ ബഹുമാനിക്കുക, മാതാപിതാക്കളോടായാലും പ്രായമുള്ളവരോടായാലും. അല്ലാതെ എന്തെങ്കിലും ഇമോഷണലി കയറി എടുത്തിയാടി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളല്ലേ പുറത്ത് വരുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന എന്തെല്ലാം ദോഷങ്ങളാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് എൻ്റെ ഞാനിങ്ങനെ ഒരു അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കിതൊരു വളരെ സുഖമാണെന്ന് തോന്നി. പക്ഷേ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളവർക്ക്, വന്നിട്ടുള്ളവർ ആരും പിന്നെ പുറകോട്ട് അവർക്ക് ആ ഒരു ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതുപോലെ കുടുംബ ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ,
പിന്നെ അവരിതെങ്ങനെ ജീവിക്കണം, സന്തോഷമായിട്ട് എങ്ങനെ ജീവിക്കണം, അതിനെന്തെല്ലാം കാര്യങ്ങൾ അറിയണം കുടുംബത്തിൽ. ഇതൊക്കെയാണ് ഇതെല്ലാം ഞാൻ ഒരു ഭക്തിയിലാണ് കണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം, ഇതിലെ ഏറ്റവും വലിയൊരു യോഗം എന്ന് പറയുന്നത് കർമ്മയോഗമാണ്. അത് നമുക്ക് ആ ഒരു ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ നല്ല കർമ്മത്തിലേക്ക് നീങ്ങും. മറ്റുള്ളവരോട് മത്സരിക്കാതെയും കോപമത്സരാദികൾ ഒന്നും ഉണ്ടാവാതെയൊക്കെ. അതാണ് ഞാൻ കണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രകൃതിയൊക്കെ ഒരു ഭയങ്കര രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എന്തൊരു ഉന്മേഷവും സന്തോഷവും, ഇന്ന് ഉണർന്നു വന്നല്ലോ, നല്ലൊരു വായു ശ്വസിക്കുന്നുണ്ട്, നമ്മൾ കുടിക്കുന്ന ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ജലം, അങ്ങനെ നമുക്ക് ഈ സൂര്യനിൽ നിന്ന് കിട്ടുന്ന അഗ്നി, അങ്ങനെ ഓരോന്നും. അല്ലാതെ നമുക്ക് യാതൊരു അന്ധമായ ഒരു വിശ്വാസം നമുക്ക് ഇല്ല, അനാചാരങ്ങളില്ല, അല്ലാതെ എന്തെങ്കിലും വേണ്ടാത്ത പൂജ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ല, ആർക്കും പറഞ്ഞു കൊടുക്കാറുമില്ല. അതാണ് ഞാൻ ഇന്നത്തെ ഒരു ഗുരു മഹിമയായിട്ട് കാണുന്നത്. അങ്ങനെ ഒരുപാട് എൻ്റെ ഗുരുക്കന്മാരെ ഇന്ന് വിളിക്കുകയും അവരെ എല്ലാം എനിക്കറിയാവുന്ന കുറേ പേർക്ക് ഞാൻ മെസ്സേജ് അയക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഗുരുക്കന്മാർ, മാതാപിതാക്കൾ വഴിയാണ് നമ്മൾ ഗുരുവിലേക്ക് എത്തുന്നത്. ഈ അജ്ഞത മാറ്റിത്തരുന്നത് ഈ ഗുരുനാഥന്മാരാണ്. അപ്പോൾ അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഗഗനമെന്തൊരത്ഭുതം, സമുദ്രമെന്തൊരത്ഭുതം, നിഖില ജീവജാല ജീവനെന്നതെന്തൊരത്ഭുതം, സകലതും രചിച്ചതോർക്കിൽ അഖിലനാഥനായ നീ, സകല ശക്ത നിൻ പദം നമിച്ചിടുന്നു ദൈവമേ. നന്ദി.